ചോദ്യങ്ങൾ ചോദ്യങ്ങൾ सर मुझे ये बताइए केरला इतना डेवलपमेंट है, बंगाल इतना घिसा हुआ क्यों है? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു പരിപാടി നടത്തിയിട്ട് അതിങ്ങനെ ആയല്ല പടത്തേ. മറൈൻ ഡ്രൈവ് വേമ്പനാട്ടുകാരിൽ സുനാമി അടിച്ചേക്ക് തോന്നിപ്പോയി. 180 ഡിഗ്രിയിലാണ് ഒരു കറക്കങ്ങട് കറങ്ങിയത്. എന്റെ പൊന്നോ, പണ്ടാറടക്കാം പിണറായി കുലുക്കൊഴിച്ച് പോട്ടെ, നശിച്ചു പോട്ടെ, പണ്ടാറടങ്ങി പോട്ടെ, പിണറായി എല്ലാം നശിപ്പിച്ചേന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരുന്നത്. കേവലം ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, അതിന്റെ പുറത്ത് ഇമാതിരി കണ്ണമ്പഴി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ ചോദിക്കേണ്ട 5 ലക്ഷം വീട്, 2025 ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പട്ടയം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, NH, അതുപോലെ തന്നെ തീരദേശ മലയോര ഹൈവേകൾ, ഈ നാട്ടില് സ്കൂളുകള് ആശുപത്രികളൊക്കെ ഹൈടെക് ആക്കി ഇമാതിരി വലിയ വികസന നേട്ടം നടത്തിയ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്തുകൊണ്ട് ബംഗാൾ പോലെ 10-15 കൊല്ലമായിട്ട് സാഹുക്കൾക്ക് ഭരണം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനം എന്തുകൊണ്ട് ഇപ്പോഴും പുരോഗമിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണം വഴി ഓടുകയാണ് രാഹുൽജി ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങളുടെ ബിഗ് ഫാൻ അല്ലേ അയാള്? അയ്യേ, ഒരു ബിഗ് ഫാൻ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന്റെ ആ മാങ്ങാട്ടിയുടെ ഹെഡ് മാഷ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് മാത്രം സംസാരിക്കാൻ. കോമഡി അടിച്ച് മാനേജ് ചെയ്തത് അല്ലെ ചിറ്റപ്പന് ശരിക്കും ഫീൽ ആയി പോയത്. നന്നായിരുന്നു. ചത്തിട്ട് റീത്ത് വെച്ചോലുണ്ടായിരുന്നു. പാവോളോ, അതിന്റെ സാധനത്തിൽ ശ്രദ്ധിച്ച ബിഗ് ഫാൻ എന്ന് പറഞ്ഞപ്പോ ഡു യു വാണ്ട് ടു മീറ്റ് ഹിം, അതായത് PR വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്ത് ആരോടെന്ന് വിചാരിച്ച് സ്റ്റേജിൽ കയറ്റി കൈ കൊടുക്കാനുള്ള നമ്പറായിരുന്നു. അപ്പോൾ അയ്യോ, ചിരിക്കാനെന്ത് ചെയ്യും? കോടിക്കണക്കിന് രൂപയും മുടക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കേരളത്തിൽ വന്ന് ഇമാതിരി ഊക്കുവാങ്ങുന്നുണ്ട് രാഹുൽ ഗാന്ധി. നിങ്ങൾ ചെറിയ മനുഷ്യനൊന്നുമല്ല. അയ്യോ.